എൻ്റെ വീട്ടിലെ തന്നെ പലരും ചോദിച്ചിട്ടുണ്ട്, ഇത് ഏതാണ്, എന്താണ് ഈ വിഭാഗം. കൂർക്കം വലിക്കുന്ന ഒരാള് സ്വയം എനിക്ക് കൂർക്കം വലിയുണ്ട് എന്ന് പറഞ്ഞ് വരാറുണ്ട്. അതെ 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 അപ്പം നമ്മൾ കൂടെ ഉള്ള ആൾ ഒബ്സർവ് ചെയ്യുക, പ്രത്യേകിച്ച് സ്പൗസാണ്, അതായത് കൂടെ ജീവിക്കുന്ന വ്യക്തി. ചില അവസരങ്ങളിൽ രണ്ടുപേരും മത്സരിച്ച് കൂർക്കം വലിക്കുന്ന അങ്ങനെയുള്ളപ്പോൾ പ്രശ്നമാണ്. ഉണ്ടായിട്ടുണ്ട്. അത് പലരും ചോദിക്കുന്ന കാര്യമാണ്, ഇത് ജീവിതകാലം മുഴുവൻ. ഞാനപ്പോൾ പറയുന്ന ആദ്യം ജീവിച്ചിരുന്നിട്ട് വേണ്ട ജീവിതകാലം മുഴുവനും പല പേഷ്യൻസിനോടും ആ സമയത്ത് വരുമ്പോൾ നമ്മൾ പറയുമല്ലോ, ചവറ് കത്തിക്കരുത്, പ്ലാസ്റ്റിക് കത്തിക്കരുത്. അപ്പോൾ അവർ പലരും തിരിച്ചു ചോദിച്ചു, എന്നിട്ട് എന്തിനാ സാറേ ബ്രഹ്മപുരത്ത് കൊണ്ടുപോയിട്ട് ഒറ്റമിച്ച് കത്തിക്കാനാണോ? ആ സമയത്ത് ഒരു ഉത്തരവില്ലാണ്ടായി. നമ്മുടെ ഡിപ്പാർട്ട്മെൻ്റ് എന്ന് വെച്ചാൽ പൾമണോളജി ഡിപ്പാർട്ട്മെൻറ്റാണ് നമ്മൾ വർക്ക് ചെയ്യുന്നത്. പക്ഷേ കുറച്ച് നാൾ മുമ്പ് വരെ പലർക്കും അത് എന്താണെന്നുള്ള ഒരു ധാരണയില്ലായിരുന്നു. പ്രത്യേകിച്ച് ഈ കോവിഡ് അങ്ങനെ ശ്വാസകോശ സംബന്ധമായ അസുഖങ്ങൾ വന്ന് തുടങ്ങുന്നു, കൂടുതൽ ആൾക്കാർ ഇതിനെപ്പറ്റി പറയുന്നു, അല്ലെങ്കിൽ മാധ്യമങ്ങളിൽ അത് വരുന്നു. അപ്പോൾ എന്താണ് ഈ പൾമണോളജി, അതിനെപ്പറ്റി കുറച്ച് കാര്യങ്ങളൊന്ന് പറയാമോ? സാറ് പറഞ്ഞ പോലെ ഞാൻ ആദ്യമായി പൾമനോളജി MD പഠിക്കുമ്പോൾ എൻ്റെ വീട്ടിലെ തന്നെ പലരും ചോദിച്ചിട്ടുണ്ട്, ഇത് ഏതാണ്, എന്താണ് ഈ വിഭാഗം. പലരും ഈ ഹാർട്ടിൻ്റെ കാർഡിയോളജി, ഗ്യാസ്ട്രോഎൻട്രോളജി ഇതെല്ലാം അറിയാം, പക്ഷേ പൾമനോളജി എന്താണെന്ന് പലർക്കും അറിയില്ല. ശ്വാസകോശ സംബന്ധമായിട്ടുള്ള എല്ലാ അസുഖങ്ങളെയും നോക്കുന്നൊരു വിഭാഗമാണ് പൾമനോളജി. അത് ശ്വാസകോശ സംബന്ധമായ ലക്ഷണങ്ങൾ എന്ന് പറയുമ്പോൾ ശ്വാസകോശത്തിൽ വന്ന് ഇൻഫെക്ഷൻ ആവാം, അത് ആസ്മ, ശ്വാസകോശ സംബന്ധമായിട്ടുള്ള ശ്വാസം മുട്ടൽ, ആസ്മ, വലിവ്, ഇങ്ങനെയുള്ള അസുഖങ്ങളാവാം. ശ്വാസകോശത്തിനെ ബാധിക്കുന്ന TB ആവാം, ശ്വാസകോശത്തിൽ വരുന്ന ക്യാൻസറിൻ്റെ ബുദ്ധിമുട്ടുകൾ, അങ്ങനെ പല അസുഖങ്ങൾ ഈ വിഭാഗത്തിൽ വരുന്നുണ്ട്. അതെ, ഇപ്പോൾ പറഞ്ഞ പോലെ നമ്മൾ ഈ കോവിഡ് എന്ന് പറഞ്ഞ അസുഖം വന്നതിന് ശേഷമാണ് ഇതിന് വളരെയധികം ഒരു പ്രാധാന്യം ആൾക്കാരിലും വന്നു തുടങ്ങുന്നത്. ഈ പൾമനോളജിയും ആൻഡ് പൾമനോളജി റിലേറ്റഡ് ആയിട്ടുള്ള അസുഖങ്ങളെക്കുറിച്ച് പറയുമ്പോൾ, അപ്പോൾ ആൾക്കാർക്ക് അറിയാവുന്ന അസുഖങ്ങൾ എന്ന് പറയുമ്പോൾ നമ്മുടെ ആസ്മ, COPD, ലങ് ഇൻഫെക്ഷൻസ്, ന്യൂമോണിയ, പിന്നെ അറിയാത്ത, അതായത് അവർക്ക് തീരെ ധാരണയില്ലാത്ത പല കാര്യങ്ങളും ഉണ്ട്. നമ്മുടെ സ്നോറിങ്ങും, അതായത് സ്ലീപ്പ് റിലേറ്റഡ് ആയിട്ടുള്ള അസുഖങ്ങൾ, അത് അവരുടെ ഹെൽത്ത് എഫക്റ്റ് ചെയ്യുന്ന കാര്യങ്ങൾ, അങ്ങനെ ഒരു വലിയ വിഭാഗം തന്നെയാണ് നമ്മുടെ പൾമനോളജി. പലർക്കും ഈ ശ്വാസകോശ സംബന്ധമായ അസുഖങ്ങളിൽ ഈ കൂർക്കം വലി വരുന്നുണ്ട്, കൂർക്കം വലി മൂലമുള്ള പ്രശ്നങ്ങൾ, ഇതൊന്നും ഒരു കൂർക്കം വലിക്കുന്ന ആൾക്ക് ഇപ്പോഴും അറിയില്ല. ഏത് ഡോക്ടറെയാണ് കാണേണ്ടത്, ആരെയാണ് ഇത്. പലരും പറയുന്ന കൂർക്കം വലിച്ച് നന്നായി കിടന്നുറങ്ങി. അതായത് നല്ലൊരു ഉറക്കത്തിൻ്റെ ലക്ഷണമായിട്ടാണ് കൂർക്കം വലി തന്നെ പലരും കണ്ടിരിക്കുന്നത്. പക്ഷേ കൂർക്കം വലി എന്ന് പറയുന്ന ഒരു രോഗലക്ഷണമാണെന്ന് തന്നെ പലർക്കും അറിയുന്നില്ല. അതെ, പണ്ട് ഇംഗ്ലീഷിലൊരു വാക്കുണ്ട്, സൗണ്ട് സ്ലീപ്പ്. നമ്മളെപ്പോഴും ആലോചിക്കും ഈ സൗണ്ട് സ്ലീപ്പ് എന്തുവാന്ന്. അപ്പോൾ അതാണ് ഈ കൂർക്കം വലി. പലരും വിചാരിക്കുന്നത് ഏറ്റവും നല്ല സ്ലീപ്പ് കൂർക്കം വലിക്കാതെ ഉറങ്ങിയാൽ ശരിയാവത്തില്ല. അപ്പൊ അതിനെപ്പറ്റി കൂടുതലൊന്ന് പറയാമോ, അതിന്റെ ലക്ഷണങ്ങൾ എന്തൊക്കെയാണോ? കൂർക്കം വലിക്കുമ്പോൾ ശരിയായെന്ന് പറഞ്ഞാൽ ഉറക്കത്തിന് പല പ്രാവശ്യമായി ഭംഗം വരുന്നു. അങ്ങനെ ഉറക്കത്തിന് ഭംഗം വരുമ്പോൾ തന്നെ നമ്മുടെ ഉറക്കം ശരിയാവാത്തത് കൊണ്ട് രാവിലെ എഴുന്നേൽക്കുമ്പോൾ കൂടുതലായി ഉറക്കക്ഷീണം വരിക, തലവേദന വരിക, കൃത്യമായി നമ്മുടെ ജോലിയിലും കാര്യങ്ങളിലൊക്കെ ശ്രദ്ധ കേന്ദ്രീകരിക്കാൻ പറ്റാത്തൊരവസ്ഥ വരിക. പിന്നെ പലപ്പോഴും ഏറ്റവും രസം എന്താണെന്ന് വെച്ചാൽ ഭാര്യമാർ ഉറക്കം കിട്ടുന്നില്ല എന്ന് പറഞ്ഞൊരു കംപ്ലൈൻറ്റുമായിട്ടാണ് വരാറുള്ളത്. പിന്നെ ഇരുന്നുറങ്ങുക, ജോലി സ്ഥലത്തും അല്ലെങ്കിൽ ഭക്ഷണം കഴിച്ചു കഴിഞ്ഞിട്ട് ഇരുന്ന് അവരുടെ സ്ഥലത്തിരുന്ന് അങ്ങ് ഉറങ്ങിപ്പോവുക, വണ്ടി ഓടിക്കുന്നതിൻ്റെ ഇടയ്ക്ക് ഉറങ്ങിപ്പോവുക. അതിൻ്റെ ഭാഗമായിട്ട് നമുക്ക് റോഡ് ട്രാഫിക് ആക്സിഡൻറ്റ്സ് സംഭവിക്കുക. നേരത്തെ ചെറിയ പ്രായക്കാർക്ക് ഷുഗർ വരുന്നു, കൊളസ്ട്രോളിൻ്റെ പ്രോബ്ലംസ് ഡെവലപ്പ് ചെയ്യുന്നു, അല്ലെങ്കിൽ പ്രഷർ ഡെവലപ്പ് ചെയ്യുന്നു, നെഞ്ചുവേദന, നെഞ്ചടിപ്പ് കൂടുന്നു. അപ്പോൾ നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ അവരുടെ ലൈഫ് സ്റ്റൈല്, അവരുടെ സ്ലീപ്പ് ഡിസ്റ്റർബൻസസ് എല്ലാം അതിൻ്റെ ഒരു ഭാഗമാണ്. ബിഹേവിയറൽ ചേഞ്ചസ്, അതായത് സ്വഭാവത്തിൽ തന്നെ ഒരാളുടെ പെട്ടെന്ന് മാറ്റങ്ങൾ വരുന്നു. പ്രധാനമായും കുട്ടികളിൽ ഇത് കാണുന്നു എന്നുള്ളതാണ്. ഇത് പലപ്പോഴും കുട്ടികൾക്ക് രാത്രി ഉറക്കം കിട്ടാണ്ട് വരുമ്പോൾ അവർ സ്കൂളിൽ കിടന്നുറങ്ങുന്നു. അത് കുട്ടികൾക്ക് പഠിക്കാനുള്ള മടി, അല്ലെങ്കിൽ കുട്ടിക്ക് പഠിത്തത്തിൽ താല്പര്യമില്ല, ഇങ്ങനെ കുട്ടിയെ ലേബിൾ ചെയ്യുന്നു. പക്ഷെ പാവം കുട്ടിക്ക് രാത്രി ഉറങ്ങാൻ പറ്റുന്നില്ല, ഉറക്കം ശരിയാവുന്നില്ല. അതുകൊണ്ടാണ് പാവം അവിടെ ക്ലാസ്സിൽ കിടന്നുറങ്ങുന്നത്. അത് പക്ഷെ കൃത്യമായി കണ്ടുപിടിച്ച്, കുട്ടികളാകുമ്പോൾ ചെറിയ അഡിനോയിഡ് ഗ്രന്ഥി, ടോൺസിൽ ഗ്രന്ഥി, ഇതൊക്കെ ഉള്ളൊരു വികസനം, അല്ലെങ്കിൽ അമിതവണ്ണം, ഇതൊക്കെ നമുക്ക് കൃത്യമായി ചികിത്സിച്ച് മാറ്റാവുന്ന കാര്യങ്ങളാണ്. അതുപോലെ ഒരു കാര്യം ശ്രദ്ധിച്ചിട്ടുള്ളത്, ഈ മൗത്ത് ബ്രീതിങ് എന്നുള്ള ഒരു അത് പ്രത്യേകം ശ്രദ്ധിക്കുക. അമ്മമാരോ അല്ലെങ്കിൽ കൂടെ ഉറങ്ങുന്നവര് അവർ ഈ വാ തുറന്ന് കിടക്കുന്ന ആ ഒരു ലക്ഷണം, അത് വളരെയധികം വളരെ കോമൺ ആയിട്ട്, വളരെ സാധാരണയായി സ്ലീപ്പ് ആപ്നിയ കാണുന്നതാണ്. മൂക്ക് അടയുകയും വാ തുറക്കുക, വായിലൂടെ ശ്വസിക്കുകയും ചെയ്യുകയും
ആ കൂർക്കം വലി കാണുക. അത് വളരെ സാധാരണയായി കാണുന്ന ഒരു ഈ വായിലൂടെ കൂടുതലായി കൂർക്കം വലിക്കുന്നവർക്ക് ആസ്മയുടെ സാധ്യത കൂടുതലാണെന്ന് പറയുന്നതിൽ എന്തെങ്കിലും? വളരെ ശരിയാണ്. അതിന് പല കാരണങ്ങളുണ്ട്. പ്രത്യേകിച്ചെന്ന് വെച്ചാൽ ആ മൂക്കെന്ന് പറഞ്ഞാൽ നല്ലൊരു ഫിൽറ്ററാണ്. അപ്പോൾ ഈ ഫിൽറ്ററിനെ നമ്മൾ ബൈപ്പാസ് ചെയ്യാണ്. അപ്പോൾ മൂക്കടയുന്നു, അലർജി കാരണമായിരിക്കാം സാധാരണ വരുന്നത്. അപ്പോൾ മൂക്കടഞ്ഞിട്ട് വായിലൂടെ ശ്വസിക്കുമ്പോൾ ആ വായിലൂടെ ആ പൊടി പടലങ്ങൾ നേരിട്ട് ശ്വാസകോശത്തിലേക്ക് എത്തുന്നു. മൂക്കിൻ്റെ പ്രധാനപ്പെട്ട പല ഫങ്ഷൻസ് ഉണ്ട്. അതിൽ ഏറ്റവും പ്രധാനം ഈ ഫിൽട്രേഷൻ എന്നുള്ളത്, പിന്നെ ഹ്യൂമിഡിഫിക്കേഷൻ, അതുപോലെ തന്നെ ചൂടാക്കുക. അതുകൊണ്ടാണല്ലോ പലരും പറയുന്നത് രാവിലെ എഴുന്നേൽക്കുമ്പോൾ ഡ്രൈ ആവുക എന്ന് പറയുന്ന പലപ്പോഴും ഇതുകൊണ്ടാണ്. പലരുടെ ലക്ഷണം അത് മാത്രമാണ്. രാവിലെ എഴുന്നേൽക്കുമ്പോൾ തീരെ ഉമിനീരില്ല, വാ മുഴുവൻ ഡ്രൈ ആയിരിക്കുന്നു എന്ന് പറയാറുണ്ട് പലരും. രസകരമായ ഒരു കാര്യം വേറൊന്നാന്ന് വെച്ചാൽ പലപ്പോഴും കൂർക്കം വലിക്കുന്ന ഒരാൾ സ്വയം എനിക്ക് കൂർക്കം വലിയുണ്ട് എന്ന് പറഞ്ഞ് വരാറുണ്ട്. അപ്പം നമ്മൾ കൂടെ ഉള്ള ആൾ ഒബ്സർവ് ചെയ്യുക, പ്രത്യേകിച്ച് സ്പൗസാണ്, അതായത് കൂടെ ജീവിക്കുന്ന വ്യക്തി. ചില അവസരങ്ങളിൽ രണ്ടുപേരും മത്സരിച്ച് കൂർക്കം വലിക്കുന്ന അങ്ങനെയുള്ളപ്പോൾ പ്രശ്നം ഉണ്ടായിട്ടുണ്ട്. അത് പലപ്പോഴും ഭാര്യയോട് ചോദിക്കുമ്പോൾ പറയും ഭർത്താവ് കൂടുതൽ വലിക്കുന്നു, ഭർത്താവ് ചോദിക്കുമ്പോൾ പറയുന്നു ഭാര്യയാണ് കൂടുതൽ വലിക്കുന്നത്. ഒരു കോമൺ ആയിട്ടൊരു പ്രസൻറ്റേഷൻ വളരെ സാധാരണ കാണുന്നത്, നമ്മൾ പണ്ടൊക്കെ മൈഗ്രേറ്റ് ചെയ്ത് പോകുന്നത്, അതായത് വളരെ ആക്റ്റീവായിട്ട് നടന്ന ചെറുപ്പക്കാർ പെട്ടെന്ന് ഗൾഫ് മേഖലയിലോട്ട് പോകുന്നു. അവിടെ പോയി പെട്ടെന്ന് അവരുടെ ആ ലൈഫ് സ്റ്റൈൽ, ജീവിതശൈലി മാറുക, അവർ ജങ്ക് ഫുഡ് കഴിക്കുക, കോള കുടിക്കുക, അങ്ങനെ വണ്ണം വയ്ക്കുകയും അവരിൽ കൂർക്കം വലി കാണുകയും ചെയ്യുന്നതും, അവർ സാധാരണ താമസിക്കുന്ന ബങ്ക് ബെഡ് അല്ലെങ്കിൽ ഗ്രൂപ്പ് ഒരു ബാച്ചിലർ അക്കോമഡേഷൻ ആയിരിക്കും. അവിടെ നിന്ന് അവരുടെ കൂട്ടുകാർ അല്ലെങ്കിൽ റൂംമേറ്റ്സ് പറയും, നീ വലിയ ശല്യമായി മാറി, നീ കാരണം ഞങ്ങൾക്ക് ആർക്കും ഓർക്കാം. അങ്ങനെ ഒരു കോൺസെപ്റ്റ് പലപ്പോഴും, അതായത് കൂടെ താമസിക്കുന്നവർ അവനെ നിർബന്ധിച്ച് നിന്റെ പ്രശ്നം ഇതാണെന്ന് പറഞ്ഞ് വിടുന്ന സാഹചര്യങ്ങൾ വരാറുണ്ട്. പിന്നെ പല രോഗികളും സാറ് പറഞ്ഞ പോലെ നേരത്തെ ഫിസിക്കലി വളരെ ആക്റ്റീവ്, ഉദാഹരണത്തിന് നല്ല അത്ലറ്റ്സ്, ഫിസിക്കൽ ട്രെയിനേഴ്സ്, ഇങ്ങനെ വളരെ ആക്റ്റീവായിട്ടുള്ളവർ അവരുടെ ജോബിൽ നിന്ന് റിട്ടയർ ആവുക, അപ്പോൾ അവരുടെ ലൈഫ് സ്റ്റൈൽ മാറി ഒരു സെഡൻറ്ററി ലൈഫ് സ്റ്റൈലിലേക്ക് വന്നു വരിക, പെട്ടെന്ന് വണ്ണം വെക്കുക. പിന്നെ സ്ത്രീകളിലാണെങ്കിൽ സാധാരണ എല്ലാവരും വിചാരിക്കുന്ന സ്ത്രീകൾക്ക് ഇങ്ങനത്തെ പ്രശ്നങ്ങളൊന്നും ഇല്ല എന്നുള്ളതാണ്. പക്ഷേ ആർത്തവിരാമത്തിന് ശേഷം ആ പ്രൊജസ്ട്രോൺ ഹോർമോണിൻ്റെ അഭാവം മൂലം സ്ത്രീകളിലും ഈ കൂർക്കം വലി വളരെ കൂടുതലായിട്ട് വളരെ ശരിയാണ്. അപ്പം ഇങ്ങനത്തെ പ്രശ്നങ്ങൾ, അതായത് അധികം ഉറക്കം വരുന്നു, ഉറക്ക ക്ഷീണം, തളർച്ച, അറ്റൻഷൻ സ്പാൻ കുറയുന്നവർക്കെല്ലാം ഒരു സ്ലീപ്പ് സ്റ്റഡി ചെയ്ത് എന്താണെന്ന് ഉള്ളത് നേരത്തെ കണ്ടുപിടിച്ച് ഡയഗ്നോസ് ചെയ്ത് ട്രീറ്റ് ചെയ്യുന്നത് തന്നെയാണ്. ചില ജോലികൾ, എസ്പെഷ്യലി നമുക്ക് ശ്രദ്ധ കൂടുതൽ വേണ്ട ജോലികൾ, പ്രധാനമായും വാഹനം ഓടിക്കുന്നവരായിക്കോട്ടെ, ചില പ്രത്യേക മെഷീനറീസ് കൈകാര്യം ചെയ്യുന്നവരാവട്ടെ, ഉദാഹരണത്തിന് ഇപ്പോൾ സ്കൂൾ ബസ് ഓടിക്കുന്ന ഡ്രൈവർ, ആൾക്ക് കൂർക്കം വലി ഉണ്ടെങ്കിൽ ആ സ്കൂളിലെ ബസ്സിലുള്ള കുട്ടികളെല്ലാവർക്കും അത് അപകടകരമാണ്. ഫ്ലൈറ്റ് ഒരു അത് നമ്മുടെ മാംഗ്ലൂർ ആ ഒരു പ്രത്യേക ആക്സിഡൻറ്റ് നടന്നത് ഒരു പക്ഷേ സ്ലീപ്പ് അപ്നിയ, അതായത് ആ ഓടിച്ച പൈലറ്റ് അതിൻ്റെ അതായത് ഈ വാഹനം ഓടിക്കുന്നതിനിടയിൽ ഉറങ്ങിപ്പോയി എന്നുള്ള ഒരു പ്രത്യേക ഒരു ഫൈൻഡിങ് ഉണ്ടായിരുന്നു. ആ ഫ്ലൈറ്റ് റെക്കോർഡറിൽ നിന്ന് കിട്ടിയ ഡേറ്റയിൽ അദ്ദേഹം കൂർക്കം വലിച്ചതായിട്ടും അങ്ങനെ പിന്നെ ഉറങ്ങിപ്പോയതായിട്ടും ഉള്ള കുറച്ച് എവിഡൻസ് കിട്ടിയിട്ടുണ്ട്. ഇപ്പോൾ വർദ്ധിച്ചു വരുന്ന കുറച്ച് ശ്വാസകോശ രോഗങ്ങൾ ഇപ്പോൾ കോവിഡിന് ശേഷം വർദ്ധിച്ചു വരുന്നതായിട്ട് നമ്മൾ ശ്രദ്ധിച്ചിട്ടുണ്ടല്ലോ, അതിനെക്കുറിച്ച് എന്താണ് സാറിന്? നമ്മൾ പൊതുവെ എനിക്ക് തോന്നിയത് കഴിഞ്ഞ 20 വർഷത്തോടുള്ളിൽ ഒരു കാര്യം നമ്മൾ ഈ കൂടുതലായിട്ട് പൊല്യൂഷൻ കാണുന്നുണ്ട്. ഇപ്പോൾ കോവിഡിൻ്റെ സമയത്ത് വാഹനങ്ങൾ ആരും ഉപയോഗിച്ചില്ല. അത് വളരെ ശരിയാണ് സാർ. ഈവൻ ആ സമയത്ത് ന്യൂസ് പേപ്പർ കട്ടിങ്സ് വരെ ഉണ്ടായിരുന്നു. അത് കുട്ടികളിലെ മരുന്നിൻ്റെ ഉപയോഗം കോടിക്കണക്കിന് രൂപയ്ക്കോളം കുറഞ്ഞു. നമ്മുടെ വീടുകളിലാണെങ്കിലും കുട്ടികൾക്ക് റിപ്പീറ്റഡ് ആയിട്ട് ഇൻഫെക്ഷൻ വരുന്നതും ശ്വാസം മുട്ടൽ വരുന്നതും ഒരുപാട് കുറഞ്ഞിട്ടുണ്ട്. ഇൻഫെക്ഷൻസ്, പ്രത്യേകിച്ച് വൈറൽ ഇൻഫെക്ഷൻസ്, നമ്മൾ സാധാരണ എപ്പോഴാണ് നമ്മൾ ആ വൈറൽ ഇൻഫെക്ഷൻസ് കാണുന്നത്? സ്കൂള് തുറക്കുമ്പോൾ. നമ്മൾ മെയ് മാസം വെക്കേഷൻ കഴിഞ്ഞ് കുട്ടികൾ സ്കൂളിൽ പോകുമ്പോഴാണ് അവരുടെ ആ വൈറൽ ഇൻഫെക്ഷൻ വരുന്നത്. മിക്കവാറും ഒരു ഇൻഫ്ലുവൻസ ആയിരിക്കും, അതിൻ്റെ ഒരു എപ്പിഡമിക് അപ്പോഴാണ് സ്റ്റാർട്ട് ചെയ്തത്. പിന്നെ അത് അവർ വീട്ടിലേക്ക് കൊണ്ടുവരികയാണ്, മറ്റ്
ആൾക്കാർക്ക് കൊടുക്കുന്നു. അതിൽ പ്രത്യേകിച്ച് പ്രായമുള്ളവർ അല്ലെങ്കിൽ ഓൾറെഡി മറ്റ് അസുഖങ്ങൾ, ശ്വാസകോശ സംബന്ധമായ അസുഖങ്ങളുള്ളവർ അത് ഏറ്റെടുക്കുകയാണ്. ആ ഒരു വൈറസ് അകത്ത് കയറി അവർക്ക് പല കോംപ്ലിക്കേഷൻസ് വരികയാണ്. അതായത് കോമോബിഡിറ്റീസ് എന്ന് പറയുന്നത്, അതായത് കൂടെ ഉള്ള പല അസുഖങ്ങൾ, ഷുഗർ അല്ലെങ്കിൽ ഹാർട്ട് ഡിസീസ്, കിഡ്നി ഡിസീസ് അല്ലെങ്കിൽ ഹൈപ്പർ ടെൻഷൻ, ഇതെല്ലാം ഉള്ളവർക്ക് നോർമലായിട്ട് നമുക്ക് വന്നു പോകേണ്ട ഒരു പനി പെട്ടെന്ന് അതിൻ്റെ വ്യാപ്തി കൂടുതൽ സങ്കീർണമാണ്, അതായത് കൂടുതൽ കോംപ്ലിക്കേഷൻസ് വരികയാണ്. വൈറൽ ന്യൂമോണിയ, മോർട്ടാലിറ്റി കൂടുന്നത് പ്രായമായാലും മറ്റ് അസുഖങ്ങളുള്ളവരിലാണ്. കോവിഡിന് ശേഷം TB, ട്യൂബർക്കുലോസിസ് അഥവാ ക്ഷയരോഗത്തിൻ്റെ നമ്പറുകൾ കൂടുന്നതായിട്ട് തോന്നിയിട്ടുണ്ടോ? പഠനങ്ങൾ എനിക്കറിയില്ല. പക്ഷെ നമ്മുടെ OP-യിൽ നമ്മൾ നോക്കുമ്പോൾ പൊതുവെ ക്ഷയരോഗത്തിന്റെ നമ്പർ വ്യാപ്തി കൂടിയതുപോലെ തോന്നുന്നു. ഒരു പക്ഷേ കുറെ നാള് ആ ലോക്ക്ഡൌണിന്റെ ടൈമിൽ ആരും പുറത്തേക്ക് ഇറങ്ങിയില്ല. ആ സമയത്ത് പല അസുഖങ്ങളും അത് ലേറ്റൻ്റ് അല്ലെങ്കിൽ ഡോർമെൻ്റ് ആയിട്ട് കിടക്കുന്നുണ്ട്. പ്രത്യേകിച്ച് ക്ഷയരോഗം എന്ന് പറയുമ്പോൾ വളരെ ലേറ്റൻ്റ് ആയിട്ടുള്ള ഒരു ഡോർമെൻ്റ് ആയിട്ട് കിടക്കുന്നതും ക്രോണിക്കായി, അതായത് വലിയ ലക്ഷണങ്ങളില്ലാത്ത, ഒരു പക്ഷേ അത് പുറമേ അവർ ആക്റ്റീവായി തുടങ്ങുമ്പോൾ അത് ലക്ഷണങ്ങൾ വീണ്ടും പ്രതിഫലിച്ചതായിരിക്കും. അത്രയും നാൾ ഡയഗ്നോസ് ചെയ്യാൻ പറ്റാത്ത എല്ലാ ക്ഷയരോഗവും ഒരുമിച്ച് നമ്മൾ അതിൻ്റെ ഒരു ക്യുമുലേറ്റീവ് ഇഫക്റ്റ് എന്ന് പറയും. ഇത്രയും നാൾ പറ്റാത്ത അല്ലെങ്കിൽ കണ്ടുപിടിക്കാൻ പറ്റാത്ത രീതിയിൽ അവർ ഹോസ്പിറ്റലിൽ പോകാനും പറ്റാത്ത ഒരു അവസ്ഥയിൽ വന്നപ്പോൾ ഒരുപക്ഷെ അത് പുറമേ പ്രകടമായി വന്നതായി. സമയത്തുള്ള മാസ്ക് യൂസേജും ഹെൽപ്പ് ചെയ്ത് കാണും ആ സമയത്ത് അത്രയും കേസ് ഡിറ്റക്ഷൻ കുറയ്ക്കാനായിട്ട്. നമ്മളിപ്പോൾ പ്രധാനമായും എറണാകുളത്താണല്ലോ താമസിക്കുന്നത്. അതെ, എറണാകുളം ഇപ്പോൾ പൊല്യൂഷൻ്റെ കാര്യത്തിൽ അത്യാവശ്യം മുൻപന്തിയിലാണ്. കേരളത്തിൽ അല്ലെ പൊല്യൂഷന്റെ തലസ്ഥാനമായിട്ട് തന്നെ പറയാം. അപ്പോൾ നമ്മൾ എറണാകുളത്ത് ശ്വാസകോശ രോഗം പ്രത്യേകിച്ച് കൈകാര്യം ചെയ്യുന്നത് കൊണ്ട് എന്താണ് അതിനെക്കുറിച്ച് ഇപ്പോൾ ഒരു പൊല്യൂഷനുമായി ബന്ധപ്പെട്ടിട്ട് സാധാരണ അതൊരു ബേസിക്കലി, അതായത് അടിസ്ഥാനപരമായിട്ട് ഒരു അവയർനെസ് ഇല്ല എന്നുള്ളതാണ്. നമ്മൾ തന്നെയാണ് അതിനെ, നമ്മളെല്ലാവരും അതിന് ഉൾപ്പെട്ടിട്ട് കാര്യം നമ്മളെല്ലാം വി ആർ ഓൾ കോൺട്രിബ്യൂട്ടിങ്. നമ്മൾ തന്നെ അതിൻ്റെ ഒരു ഭാഗമായിട്ടുണ്ട്. കാര്യം നമ്മൾ കുറച്ച് നമ്മുടെ വാഹനങ്ങൾ ഉപയോഗിക്കുക അമിതമായി, അല്ലെങ്കിൽ ചെറിയ സ്ഥലങ്ങളിൽ പോകാൻ വരെ നമ്മൾ വാഹനം എടുക്കുന്നു. അത് വെച്ച് തന്നെ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാൻ പറ്റും കാര്യം. അതുപോലെ ഈ വ്യവസായങ്ങൾ, നമുക്ക് വ്യവസായം ഇല്ലെങ്കിൽ തൊഴിലില്ല, അങ്ങനെയുള്ള ഒരു സാഹചര്യമാണ്. അപ്പോൾ വ്യവസായങ്ങൾ വേണം, വാഹനങ്ങൾ, പബ്ലിക് ട്രാൻസ്പോർട്ട് കുറച്ചുകൂടെ എനിക്ക് തോന്നുന്നു എഫിഷ്യൻ്റ്. അപ്പോൾ മെട്രോ നല്ലൊരു കോൺസെപ്റ്റാണ്. ആൾക്കാർ ഇലക്ട്രിക് കാറിലേക്ക് പോകുന്നു, അതൊക്കെ നല്ല. ഇപ്പോൾ സോളാറാണ്, റീന്യൂവബിൾ എനർജിയാണ്, ഇതെല്ലാം പ്രകൃതിയിൽ നിന്ന് കിട്ടുന്ന ഊർജ്ജ സ്രോതസ്സുകൾ കൂടുതലായിട്ട് നമ്മൾ ഉപയോഗിക്കണം അല്ലേ. മരങ്ങൾ വെട്ടുന്നതിൻ്റെ ആ ഒരു, ഇപ്പം നമ്മൾ വികസനം എന്ന് പറയുമ്പോൾ ആദ്യം വെട്ടുന്ന മരങ്ങളാണ്. അപ്പോൾ ഹൈവേയിൽ വികസിപ്പിക്കണം. ഫ്രീ ആയിട്ട് വൈഫൈ ഒന്നും തരുന്നില്ലല്ലോ സാർ. അതെ വൈഫൈ ഉണ്ടായിരുന്നെങ്കിൽ അതൊക്കെ സൂക്ഷിച്ചു വെക്കുമായിരുന്നു. പാഴ്മരങ്ങളെന്നാണല്ലോ പറയുന്നത്. പക്ഷെ ഒരു മരവും പാഴ്മരം അല്ല എന്നുള്ളത് നമ്മുടെ പുതുതലമുറയെ പഠിപ്പിക്കണം. കാര്യം ഈ പുതുതലമുറയുടെ എങ്കിലും നമുക്ക് അവരിൽ നിന്നൊരു പ്രതീക്ഷയുണ്ട്. അപ്പോൾ എല്ലാ മരങ്ങളും ഓക്സിജൻ തരികയാണ്. ആ മരം വലുതായി പന്തലിച്ച് നിൽക്കുമ്പോൾ ഓരോ ഇലയിൽ നിന്നും ഓക്സിജനാണ് വരുന്നത്. അപ്പോൾ അതിനെ പ്യൂരിഫൈ ചെയ്യുക, അല്ലെങ്കിൽ ഡസ്റ്റ് പാർട്ടിക്കിൾസിനെ അബ്സോർബ് ചെയ്തെടുക്കുക എന്നൊക്കെയുള്ള കുറേ. അപ്പോൾ ചെറിയ ചെറിയ ഇലയുള്ള മരങ്ങളൊക്കെ ഏറ്റവും നല്ലതാണ്. അത് ആക്ച്വലി സിസ്റ്റമാറ്റിക്കായിട്ട് എല്ലാ നഗരങ്ങളിലും നട്ടുപിടിപ്പിച്ച് അതിൻ്റെ ഭാഗമായിരിക്കണം വികസനത്തിൻ്റെ. പക്ഷെ ഇത് പലപ്പോഴും വെട്ടിയ മരം പിന്നെ ഒരിക്കലും വരാൻ പറ്റില്ല, പുറത്ത് വരാൻ പറ്റില്ല. മാത്രമല്ല ഇതിനെ ട്രാൻസ്പ്ലാന്റ് ചെയ്യുന്ന ഒരു പരിപാടിയുണ്ട്. ആ റൂട്ടോടുകൂടി പക്ഷെ അതൊന്നും നടക്കുന്നതായിട്ട് കാണുന്നില്ല. സാർ, ഈ വികസനത്തിൻ്റെ കാര്യം പറഞ്ഞപ്പോഴാണ് നമ്മുടെ ഇപ്പോൾ ഹൈവേ പണിയുന്നതിൻ്റെ ഭാഗമായിട്ട് നമുക്കിപ്പോൾ അരൂർ ഭാഗത്തു നിന്നൊക്കെ ഒരുപാട് പേഷ്യൻസ് വരുന്നുണ്ട്. കാര്യം അവിടെ ഈ ഹൈവേ പണിയുന്നതിൻ്റെയും റോഡുകൾ പണിയുന്നതിൻ്റെയൊക്കെ ഭാഗമായിട്ട്, വീടുന്നതിൻ്റെ ഭാഗമായിട്ട് പല രീതിയിൽ പേഷ്യൻസ് വരുന്നുണ്ട്. നമുക്ക് ശ്വാസകോശ സംബന്ധങ്ങളുമായിട്ട് കൂടാണ്ട് കുറേ ആളുകൾ ആക്സിഡൻറ്റ്സ് പറ്റി കൈകാലുകൾ ഒടിഞ്ഞും ഒക്കെ വരുന്നതായിട്ട് നമ്മുടെ ഹോസ്പിറ്റലിലേക്ക് വരുന്നതായിട്ട് നമ്മൾ കാണുന്നുണ്ട്. ഈവൻ ചില നമ്മുടെ പേഷ്യൻസ് റോഡ് സൈഡിലുള്ളവർക്ക്, ചായക്കടയുള്ള എൻ്റെ ഒരു പേഷ്യൻറ്റ്, പുള്ളിക്ക് ചായക്കട പോലും നിർത്തി. അതെ, പുള്ളിയുടെ ജീവിതമാർഗമായിരുന്നു ചായക്കട. പക്ഷേ പുള്ളിക്ക് കിട്ടുന്ന പൈസ മുഴുവൻ ആശുപത്രി കൊടുക്കാനേ തികയുന്നുള്ളൂ. സാധാരണയായിട്ട് മറ്റു രാജ്യങ്ങൾ, പാശ്ചാത്യ രാജ്യങ്ങൾ പ്രത്യേകിച്ചും അവരൊരു മാനദണ്ഡങ്ങളുണ്ട്. ഇന്ന
കൺസ്ട്രക്ഷൻ സൈറ്റ് അല്ലെങ്കിൽ ഇന്ന വികസനം നടക്കുന്ന സ്ഥലങ്ങൾ അല്ലെങ്കിൽ റോഡ് പണി നടക്കുന്ന സ്ഥലത്ത് ഇത്രയും പൊടി പാടില്ല, അതിന് ഇത്രയും അവരത് മോണിറ്റർ ചെയ്യുന്നുണ്ട്. അത് അനുസരിച്ച് പൊല്യൂഷൻ ഇല്ലാത്ത രീതിയിൽ ഒരു വെള്ളം സ്പ്രേ ചെയ്ത് നനച്ചിടുക, അങ്ങനെ കുറേ കാര്യങ്ങൾ അവർ ചെയ്യും. പിന്നെ ഒരു കാര്യം എനിക്ക് തോന്നിയത്, കാര്യം ഒരു ആൾട്ടർനേറ്റീവ് കോൺഡ്യൂട്ട് അവർ തയ്യാറാക്കാതെയാണ് ഒരുപക്ഷെ ഒരു നല്ല റോഡ് സൈഡിൽ ഉണ്ടാക്കിയിട്ട് ഇത് പണിഞ്ഞാൽ അത് സ്പീഡിൽ പോകും. ഇതിലെ പ്രധാന പ്രശ്നം ഒരുപക്ഷെ ഈ വാഹനങ്ങൾ പണ്ട് അരമണിക്കൂർ എടുത്തിരുന്ന ഒരു വാഹനം ഇപ്പോൾ 3 മണിക്കൂറാണ് ആ ട്രാഫിക് ബ്ലോക്കിൽ കിടക്കുന്നത്. അത് ഫസ്റ്റ് ഗിയറിൽ ഇട്ടിട്ടായിരിക്കും കിടക്കുന്നത്. അപ്പോൾ കൂടുതൽ മലിനീകരണം ഉണ്ടാവും. അപ്പോൾ ഇത്രയും മണിക്കൂർ അവിടെ കിടക്കുക, ട്രാൻസിറ്റ് ടൈം കൂടുകയാണ്, അത്രയും അവിടെ ഉള്ള ആൾക്കാരെ എല്ലാം കൂടുതലായി ബാധിക്കും. അതിനെപ്പറ്റി പഠനങ്ങൾ നടത്തേണ്ടതാണ്, പക്ഷേ ഒന്നും ആയിട്ടില്ല. അപ്പോൾ ഈ മാനദണ്ഡങ്ങൾ പാലിക്കുക അത് പ്രധാനമാണ്. കാര്യം നമ്മുടെ കേരളത്തിൽ ഇത്രയും ജനസാന്ദ്രതയുള്ള ആൾക്കാരാണ്. അപ്പോൾ ഇത്രയും ജനസാന്ദ്രതയുള്ള സ്ഥലങ്ങളിൽ ഈ കാര്യങ്ങൾ നടത്തുമ്പോൾ അത് അവിടുത്തെ ജനതയെ ഒന്ന് അവർക്ക് അവരുടെ ആരോഗ്യം വരാതിരിക്കാൻ, മോശമാകാതിരിക്കാൻ നമ്മൾ കാത്തു സൂക്ഷിക്കുക. ഇതേപോലെ തന്നെ സാറേ ബസ്സിലിരിക്കുന്ന സമയവും ഒരുപാട് സമയം ആളുകൾ ബസ്സിൽ യാത്ര ചെയ്യുന്നതിന് തന്നെ 1 മണിക്കൂർ 1.5 മണിക്കൂർ. ഞാൻ ചില പേഷ്യൻസിനോട് പറഞ്ഞിട്ടുണ്ട്, പച്ചക്കറിയൊക്കെ വാങ്ങിച്ചു പോയിക്കോളൂ, അപ്പോൾ ബസ്സിൽ നിന്ന് കട്ട് ചെയ്ത് പോയാൽ പിന്നെ വീട്ടിൽ പോയിട്ട് കുക്ക് ചെയ്താൽ മതി. വേറെ അല്ലാണ്ട് കുക്കിങ്ങിന് അവർക്ക് സമയം കിട്ടുന്നില്ല. ഈവൻ നമ്മുടെ ഹോസ്പിറ്റലിൽ വർക്ക് ചെയ്യുന്ന നഴ്സിംഗ് സ്റ്റാഫ് തന്നെ, അവർ ദൂരെ അരൂർ ഭാഗത്ത് ആലപ്പുഴ ഭാഗത്ത് നിന്ന് വരുന്നവർക്ക് ട്രാവലിങ്ങിൽ തന്നെ ഏകദേശം ഒരു 2-3 മണിക്കൂറുകളാണ് പോവുകയാണ്. ഈ പൊല്യൂഷനെ പറ്റി പറയുമ്പോൾ നമ്മൾ ഈ ബ്രഹ്മപുരത്തുള്ള ആ വന്ന പൊല്യൂഷൻ ആ സമയത്ത്, പ്രത്യേകിച്ച് എല്ലാ വർഷവും ആ സമയത്താണ്, ഒരു മാർച്ച് ഏപ്രിൽ സമയത്താണ് ആ തീ കത്തുന്ന ആ ഒരു സമയമുള്ളത്. അപ്പോൾ ആ സമയത്ത് നമ്മൾ ശ്രദ്ധിച്ചിട്ടില്ലേ, ഒരു പേഷ്യൻ്റ് വന്ന് ഒരു സാധാരണ നമ്മുടെ ഒരു ആസ്മയോ അല്ലെങ്കിൽ ശ്വാസതടസ്സമുള്ള ഒരു പേഷ്യൻ്റ് വന്നാൽ ഈ പറഞ്ഞ പോലെ 3 ദിവസം 4 ദിവസം കൊണ്ട് നമ്മൾ ഡിസ്ചാർജ് ചെയ്യുന്ന പല പേഷ്യൻസിനെയും മോർ ദാൻ ഒരു ആഴ്ച അല്ലെങ്കിൽ 10 ദിവസം 2 ആഴ്ച വരെയൊക്കെ എടുക്കേണ്ട ഒരു അവസ്ഥ. പലപ്പോഴും സാധാരണ ചികിത്സ വെച്ച് അവർക്ക് മാറാതെ കുറച്ചുകൂടെ നോൺ ഇൻവേസീവ് വെന്റിലേഷനിലേക്ക് പോകേണ്ട അവസ്ഥ വന്നിട്ടുണ്ട്. അപ്പോൾ ലോങ് സ്റ്റേ എന്ന് പറഞ്ഞാൽ കൂടുതൽ പൈസ അവരുടെ നിന്ന് ചിലവാകാണ്. അപ്പോൾ ഇതേപോലെ തന്നെ പഠനങ്ങൾ തെളിയിച്ചിട്ടുണ്ട്. കാര്യം അന്താരാഷ്ട്ര പഠനങ്ങളിൽ പറയുന്നതെന്ന് വെച്ചാൽ നമ്മളവിടെ മോണിറ്റർ ചെയ്യാണ്. അപ്പം ഓരോ നഗരത്തിൽ അവർ ആ പൊല്യൂഷൻ മോണിറ്റർ ചെയ്യുന്നത്, എത്രത്തോളം മലിനീകരണമുണ്ട്. അപ്പോൾ മലിനീകരണം കൂടിയ ദിവസങ്ങളിൽ ഹോസ്പിറ്റൽ അഡ്മിഷൻസ് കൂടുതലാണ്. അങ്ങനെ അതുമായിട്ട് നല്ലൊരു ഇത് തമ്മിൽ ബന്ധമുണ്ടെന്നാണ്. അപ്പം ഇങ്ങനെയുള്ള കാര്യങ്ങൾ വരാൻ പാടില്ല. കേരളത്തിൽ തന്നെ ഏറ്റവും നല്ല വായുവുള്ള സ്ഥലം അല്ലേ പത്തനംതിട്ട. അവിടെ ആയിട്ട് നമ്മുടെ എറണാകുളമായിട്ട് താരതമ്യപ്പെടുത്തുമ്പോൾ എങ്ങനെയായിരിക്കും? എറണാകുളത്തിൻ്റെ കാര്യം ഒരു ഏർബൻ ലൈഫ് സ്റ്റൈൽ, ഒരു സിറ്റിയാണ്, ഒരു മോസ്റ്റ് പോപ്പുലേറ്റഡ് സിറ്റി. അപ്പോൾ പോപ്പുലേഷനുമായിട്ട് തിക്ലി പോപ്പുലേറ്റഡ് ആണ്. അതിൻ്റെ കൂടെ ഈ ആക്ടിവിറ്റീസ്, ഇക്കണോമിക്കൽ ആക്ടിവിറ്റീസാണ്. ഈ ആക്ടിവിറ്റീസ് എന്ന് പറഞ്ഞാൽ എല്ലാം തന്നെ നമ്മൾ ഓർമ്മയുണ്ടോ, കോവിഡിൻ്റെ ടൈമിൽ എല്ലാം ലോക്ക്ഡൗൺ ആയി കിടന്നപ്പോൾ ഏറ്റവും ശുദ്ധമായ വായുവായിരുന്നു. നമുക്കിവിടെ പല കുന്നുകളുടെ മുകളിൽ നിന്നാൽ മൂന്നാർ കാണാമെന്നാണ് പറഞ്ഞത്. എയർ വാസ് സോ ക്ലീൻ, എത്ര ക്ലീൻ ആയി. ശരിയാ സാർ, തേവര ഭാഗത്തെ ഒരു എയർ ക്വാളിറ്റി ഉള്ള ഒരു ബോർഡ് ഫ്ലാറ്റിന്റെ മുകളിൽ എല്ലാ ദിവസവും ആ ഭാഗത്തുനിന്ന് വരുമ്പോൾ ബോർഡ് നോക്കാറുണ്ട്. കോവിഡിന്റെ സമയത്ത് അവിടെ എയർ ക്വാളിറ്റി ഇൻഡെക്സ് വളരെ നല്ലതായിരുന്നു. അപ്പോൾ ആ കോവിഡ് എന്ന് പറഞ്ഞാൽ ഓസോൺ പോലും തിരിച്ചു വന്നു എന്നല്ലേ പറയുന്നത്. ഓസോൺ പാളിയിൽ വന്ന ഇതുപോലും തിരിച്ചു വന്നു എന്നല്ലേ പറയുന്നത് ആ കോവിഡിന്റെ സമയത്ത്. പക്ഷെ നമുക്ക് ഇപ്പം ഇക്കണോമിക് ആക്ടിവിറ്റി നടക്കുന്നു, അതിനോടൊപ്പമാണ് ഈ ഹ്യൂമൻ ആക്ടിവിറ്റി കാരണമാണ് പൊല്യൂഷൻ വരുന്നത്. അതിൻ്റെ കൂടെ നമ്മുടെ അവയർനെസ് ഇല്ല എന്നുള്ള ഒരു പ്രത്യേക പ്രശ്നമാണ്. നമ്മൾ വീട്ടിൽ എല്ലാ ദിവസവും നമ്മൾ ഉൽപ്പാദിപ്പിക്കപ്പെടുന്ന മാലിന്യം സംസ്കരണം എന്താണ് ചെയ്യുന്നത്? അപ്പം നമ്മൾ എല്ലാവരും ബയോഡിഗ്രേഡബിൾ, നോൺ ബയോഡിഗ്രേഡബിൾ പ്ലാസ്റ്റിക് വേസ്റ്റ് പ്രത്യേകം നമ്മൾ മാറ്റി വയ്ക്കുന്നു. പക്ഷേ അവസാനം കൊണ്ടുപോയി ഡംപ് ചെയ്യുന്നത് ബ്രഹ്മപുരത്താണ്. അവരിതെല്ലാം കൂടെ ഒന്നിച്ച് മിക്സ് ചെയ്ത് അവിടെ കത്തിക്കുന്നു. അപ്പോൾ നമ്മൾ ഇവിടെ ഇത്രയും കഷ്ടപ്പെട്ട് നമ്മുടെ ഈ വർക്കേഴ്സ് വന്ന് എടുത്തുകൊണ്ട് പോകുന്ന അവരുടെ ആ പ്രയത്നം വെറുതെ വേസ്റ്റായി പോവാണ്.
അത് പല പേഷ്യൻസിനോടും ആ സമയത്ത് വരുമ്പോൾ നമ്മളീ പറയുമല്ലോ ചവറ് കത്തിക്കരുത്, പ്ലാസ്റ്റിക് കത്തിക്കരുത്. അതെ. അപ്പോൾ അവർ പലരും തിരിച്ചു ചോദിച്ചു, എന്നിട്ട് എന്തിനാ സാറേ ബ്രഹ്മപുരത്ത് കൊണ്ടുപോയിട്ട് ഒറ്റമിച്ച് കത്തിക്കാനാണോ? അതെ, ആ സമയത്ത് ഒരു ഉത്തരം ഇല്ലാണ്ടായി പലരും ചോദിച്ചു. അതായത് ഞാൻ എല്ലാവരോടും പറയും, ശ്വാസകോശ സംബന്ധമായ അസുഖമുള്ള എല്ലാവരോടും പറയും, ദൈവത്തെ ഓർത്ത് പ്ലാസ്റ്റിക് കത്തിക്കരുത്, ചവറ് കത്തിക്കരുത്. അപ്പോൾ അവർ തിരിച്ചു ചോദിച്ചു, ചെയ്താൽ ഞങ്ങൾ കത്തിക്കുമ്പോൾ കുറച്ചേ കത്തിക്കുന്നുള്ളൂ. ബ്രഹ്മപുരത്ത് ഇതെല്ലാം കൂടി കൂട്ടിയിട്ട് കത്തിച്ച് ടൺ കണക്കിനാണ് കത്തിക്കുന്നത്. പിന്നെ ഞങ്ങളോട് ഈ പറയുന്നതിൽ അതേപോലെ തന്നെ ഒരു വീട്ടിൽ തന്നെ പലപ്പോഴേ സാറേ ശ്വാസകോശ അസുഖങ്ങളുള്ളവർ ശ്രദ്ധിച്ചിട്ടുള്ളതാണ്, നമ്മൾ ഈ വിറക് കത്തിക്കുക, അടപ്പ് കത്തിക്കുക, ചവറ് കത്തിക്കുക. അപ്പോൾ പ്രായമുള്ളവരോട് നമ്മൾ പറയും അടപ്പ് കത്തിക്കരുത്. പലരും പറയുന്നതാണ് സാറേ, ഇപ്പം ഞാൻ കത്തിക്കൽ നിർത്തി, ഇപ്പൊ കത്തിക്കുന്നത് മകളോ പക്ഷെ ആര് കത്തിക്കുന്നു എന്നല്ല പ്രസക്തി. ഈ പുക നമ്മുടെ ശ്വാസകോശത്തിൽ ചെല്ലുമ്പോൾ ഉണ്ടാവുന്ന പ്രശ്നങ്ങളാണെന്ന് അവർ പലരും മനസ്സിലാക്കുന്നില്ല. ചിലർക്ക് പറയാൻ വരെ പേടിയാണ്. കാര്യം അത് വീട്ടിൽ അവർ തമ്മിലൊരു വഴക്കുണ്ടാവുക, ഗ്യാസ് ലാഭിക്കാനാണെന്നൊക്കെയാണ് പലരും പറയുന്നത്. ഈ പുകയ്ക്ക് അറിയുന്നില്ലല്ലോ ആരാണ് കത്തിക്കുന്നത്. അത് നേരെ പോയി എല്ലാ ശ്വാസകോശത്തിലേക്കാണല്ലോ പോകുന്നത്. വളരെ ലോലമായിട്ടുള്ള ശ്വാസകോശം ഉള്ളവർക്കാണ് അത് കൂടുതൽ അഫക്റ്റ് ചെയ്യുന്നത്. വളരെ സെൻസിറ്റീവാണ്. ഒരു കിലോമീറ്റർ അപ്പുറം പുകച്ചാൽ സെൻസിറ്റീവായിട്ടുള്ള ആൾക്കാർ, അത് അഫക്റ്റഡ് ആയി വരുന്ന ആൾക്കാരുണ്ട്. അപ്പം എസ്പെഷ്യലി ഏറ്റവും ചെറിയ കുട്ടികൾ, ഏറ്റവും പ്രായമായവർ, കോമോബിഡിറ്റീസ്, മറ്റ് അസുഖങ്ങൾ ലങ്സിൻ്റെ ഉള്ളത്, പ്രത്യേകിച്ച് ആസ്മയോ അല്ലെങ്കിൽ COPD അല്ലെങ്കിൽ ഇൻഡസ്ട്രിഷ്യൽ അതിലുള്ളവർക്കാണ് അത് കൂടുതൽ വരുന്നത്. പിന്നെ ശ്രദ്ധിച്ചിട്ടുണ്ടോ, നമ്മൾ ഈ അടുത്തുള്ള നമ്മുടെ വീട്ടിന് അടുത്തുള്ളവരുടെ കത്തിക്കുന്നത് അഫക്റ്റ് ചെയ്ത് അത് കാരണം നമ്മുടെ ബുദ്ധിമുട്ടുന്ന പലപ്പോഴും കത്തിക്കുന്നവർക്ക് കുഴപ്പമില്ല. ആ അയൽവക്കത്തുള്ള ആളുകളാണ് ഈ ബുദ്ധിമുട്ട് വരുന്നത്. അവർ വരുമ്പോൾ നമ്മൾ പറയും കത്തിക്കുന്നത്, അപ്പോൾ ഒരു നിസ്സഹായരാണ് പലരും. ഈ ബയോമാസ് കത്തിക്കുക അല്ലെങ്കിൽ നമ്മുടെ ഈ ചവറ് കത്തിക്കുക എന്നുള്ളത് പല രാജ്യങ്ങളും ബാൻഡാണ്. അത് പലരും മനസ്സിലാക്കുന്നത്. ഈ ബാൻ ചെയ്യുക അല്ലെങ്കിൽ ഇതുപോലെ ആരെങ്കിലും പരാതി നൽകിയാൽ അവർക്ക് ആയിരക്കണക്കിന് രൂപ ഫൈൻ വരെ അടിക്കുന്നതാണ്. പക്ഷെ അത് നമ്മുടെ ഇവിടെ പ്രാവർത്തികമായിട്ടില്ല. നമ്മുടെ പല ഉത്സവങ്ങളോ അല്ലെങ്കിൽ പള്ളിപ്പെരുന്നാളിലോ ഒക്കെ തീ കത്തിച്ചാണ് പടക്കം പൊട്ടിക്കുന്നതും. അപ്പോൾ നമ്മൾ ഈ ദിവാലിയെ പറ്റി പറയുകയാണെങ്കിൽ അതിനെപ്പറ്റി എന്തെങ്കിലും പറയാം? അതെ, ദിവാലി സാറിനെ പോലെ ഞാനും പൾമനോളജി പഠിച്ചത് പൂനെയിലാണ്. അപ്പോൾ ഇതേപോലെ അവിടെ നമ്മൾ യൂഷ്വലി ദീപാവലി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മുടെ വാർഡുകളെല്ലാം സാറിന് അറിയാവുന്നതല്ലേ, അത് ഫില്ലാവും. അവരങ്ങനെ ഈ പടക്കം മുഴുവൻ പൊട്ടിച്ച് സ്മോക്കെല്ലാം ഇൻഹേൽ ചെയ്ത് ഒരു ദിവാലി കഴിഞ്ഞാൽ നമ്മുടെ വാർഡുകളെല്ലാം സ്ഥിരമായിട്ട് അത് കഴിയുമ്പോൾ ഫുള്ളാവാറ്. വളരെ ശരിയാണ്. പ്രത്യേകിച്ച് നോർത്ത് ഇന്ത്യയിൽ ഇപ്പോൾ ആ സംഭവിക്കുന്ന ഒരു പ്രതിഭാസം പണ്ടേ ഉണ്ടായിരുന്നെന്ന് തോന്നുന്നു. ആ സമയത്താണ്, ദീപാവലിക്ക് തൊട്ട് മുമ്പാണ് ഈ ക്രോപ്പ് ബേണിംഗ് നടക്കുന്നത്. ആ പ്രത്യേകിച്ച് നമ്മുടെ ആ പുല്ല് അല്ലെങ്കിൽ ഈ വൈക്കോൽ കത്തിക്കുക എന്നുള്ളത് അവർക്ക് അറിയില്ല എന്താണ് ചെയ്യേണ്ടത് അതിന്. അപ്പം അത് കത്തിക്കുന്ന ഏറ്റവും എളുപ്പമുള്ള മാർഗം, വേറെ ഈസി ആയിട്ട് അല്ലെങ്കിൽ വളരെ സൗജന്യമായി ചെയ്യാൻ പറ്റുന്ന കാര്യം, പൈസ ഒന്നും മുടക്കാതെ. അതും ഈ ദിവാലിയും ഒരുമിച്ച് കോയിൻസൈഡ് ചെയ്യാണ്. അപ്പോൾ അന്നത്തെ ആ ഇൻഡിസസിൽ, എയർ ക്വാളിറ്റി ഇൻഡിസസ് എന്ന് പറഞ്ഞാൽ ഈ പൊല്യൂഷൻ അളക്കുന്ന ചില ഘടകങ്ങൾ വളരെ പെട്ടെന്ന് സ്കൈ റോക്കറ്റ് ചെയ്യാണ്. ആ സമയത്ത് തന്നെയാണ് ഈ ഹോസ്പിറ്റൽ അഡ്മിഷൻസ് കൂടുന്ന സമയം. പെറ്റ്സിനെയൊക്കെ കുറിച്ച് എന്താ സാർ അഭിപ്രായം? വീട്ടിൽ പട്ടി പൂച്ച വളർത്തുക അതിനെക്കുറിച്ച് എങ്ങനെയാ അഭിപ്രായം? ഇപ്പോൾ മെയിൻലി കൊച്ചു പിള്ളേരൊക്കെ വീട്ടിലുണ്ടെങ്കിൽ അവർക്ക് അതിൻ്റെ എക്സ്പോഷർ കൂടുതൽ ടൈം സ്പെൻഡ് ചെയ്യുമ്പോൾ അവരുടെ പട്ടിയോ അല്ലെങ്കിൽ പൂച്ചയുടെ കൂടെയുള്ള പട്ടിയും പൂച്ചയാണെങ്കിൽ അത് ഷെഡ് ചെയ്യുന്നത് അവരുടെ ബെഡിലോ ആണെങ്കിൽ അതൊക്കെ ശ്വസിച്ചിട്ട് അത് റിലേറ്റഡ് ആയിട്ടുള്ള അലർജിക് റിയാക്ഷനും നമ്മളവരെ ബെഡിൽ കയറ്റാണ്ടിരുന്നാൽ മതിയോ? ബെഡിൽ കയറ്റാതെ പൊതുവേ അവരുടെ എക്സ്പോഷർ, ഓവറോൾ എക്സ്പോഷർ ഒന്ന് നമ്മൾ ശ്രദ്ധിക്കേണ്ട ആവശ്യമുണ്ട്. പിന്നെ അത് കഴിഞ്ഞിട്ട് അവരുടെ എക്സ്പോഷർ ഉണ്ടെങ്കിലും അത് കഴിഞ്ഞിട്ട് ഒന്ന് നന്നായിട്ട് കൈയും എല്ലാം ഒന്ന് വാഷ് ചെയ്ത് ഇത് ചെയ്ത് കഴിഞ്ഞാൽ ഒരു ലെവലിൽ അവർക്ക് ഒരു സുഖം കിട്ടേണ്ടതാണ്. പിന്നെ കൂടുതൽ ഈ പൊല്യൂഷൻ കഴിഞ്ഞ് നമ്മൾ കാണുമ്പോൾ ഈ വീട്ടിലുള്ള പെറ്റ്സും പുറത്തുള്ള എൻവയൺമെൻറ്റൽ എക്സ്പോഷേഴ്സ്, ബേർഡ്സൊക്കെ ആയിട്ട് ഉള്ള എക്സ്പോഷർ കാരണം കൊണ്ട് എന്തെങ്കിലും ഹെൽത്ത് ഇഷ്യൂസ് വരുന്നുണ്ടോ സാറേ? ഏതാണ്ട് ഒരു 5 വർഷം മുമ്പ് ഒരു പഠനം ഒരു വളരെ ആധികാരികമായ ഒരു പഠനം ഇന്ത്യയിൽ നടന്നിട്ടുണ്ട്. ഈ ഇൻഡസ്ട്രിഷ്യൽ ലങ് ഡിസീസ് എന്നുള്ള ശ്വാസകോശം ദ്രവിച്ചു പോകുന്ന ഒരു തരം ചിതൽപ്പുറ്റ് പോലെ ശ്വാസകോശം ദ്രവിച്ചു പോവാണ്. പലപ്പോഴും അതിൻ്റെ കാരണം നമുക്ക് കണ്ടുപിടിക്കാൻ കഴിയുന്നത്. അപ്പോൾ അതിന് ഇഡിയോപ്പതിക് എന്ന് പറയും, നമുക്ക് കാരണം കണ്ടുപിടിക്കാത്ത. അത് കളിയാക്കി നമ്മൾ പറയാറുണ്ട്, ഇടിയോ അല്ലേ, പതിയുടെ ഇടിമൂലം ഉണ്ടാവുന്നുണ്ട്. പക്ഷെ ഇങ്ങനൊരു സാഹചര്യത്തിൽ പണ്ടൊക്കെ നമ്മൾ
നിഗൂഢമായിട്ട് അല്ലെങ്കിൽ ഇതുവരെ കാരണം കണ്ടുപിടിക്കാൻ പറ്റാത്ത ഒരു അസുഖമായിട്ടാണ് നമ്മൾ കണ്ടിരുന്നത്. അതെ. പക്ഷേ ഈ പഠനത്തിൽ അറിയാൻ കഴിഞ്ഞത് പ്രധാനമായും ഈ ലങ്സ് ശ്വാസകോശം ദ്രവിക്കുന്നതിൻ്റെ ഒരു പ്രധാന കാരണം ഈ പ്രത്യേകിച്ച് ഈ വളർത്ത് പറവകൾ, പ്രത്യേകിച്ച് കിളികൾ, ലവ് ബേർഡ്സ് അല്ലെങ്കിൽ പ്രാവുകൾ. അപ്പോൾ പ്രാവുകളെന്ന് പറയുമ്പോൾ ഒരു പെസ്റ്റ് ലൈക്ക് അതൊരു ശരിക്കും ഒരു കീടം അല്ലെങ്കിൽ ഇത് ഒരു അവോയ്ഡബിൾ, അതായത് ഇതിനെ അധികം പ്രൊമോട്ട് ചെയ്യാൻ പാടില്ല. അതായത് ഇതിനെ ഭക്ഷണം കൊടുക്കുക, അല്ലെങ്കിൽ ചിലർ അരി കൊടുക്കുന്നു, ചിലർ അതൊരു റിച്വൽ അല്ലെങ്കിൽ റൂട്ടീനായിട്ട് അവർ ചെയ്യുന്നുണ്ട് ഇതിൻ്റെ ഭവിഷ്യത്തുകൾ അറിയാതെ. ഒരു പ്രമുഖ നടിയുടെ ഭർത്താവ് ഈ തരം രോഗം കാരണമാണ് മരിച്ചത്, ഈ ശ്വാസകോശം ദ്രവിച്ച്. പലപ്പോഴും നമ്മുടെ കൊച്ചിയിൽ ഈ ട്രെൻഡ് വരുന്നുണ്ട്. അതായത് നമ്മുടെ ഫ്ലാറ്റുകളിൽ ജീവിക്കുന്നവർ ശ്വാസകോശ സംബന്ധമായ അസുഖങ്ങൾ വരുമ്പോൾ നമ്മൾ ആദ്യം ചോദിക്കുന്ന ഒരു ചോദ്യം ഇതാണ്. അതായത് നമ്മൾ അവിടെ പ്രാവ് കൂട് കെട്ടിയിട്ടുണ്ടോ, ബാൽക്കണിയിലോ എസിയുടെ മേളിലോ. പലരും നമ്മൾ ആ ഫ്ലാറ്റിൻ്റെ ഒരു റെസിഡൻസ് അസോസിയേഷൻകാരോട് നമ്മൾ ആ ഒരു അവയർനെസ് കൊടുക്കേണ്ടതാണ്. അവിടെ നെറ്റോ വല്ലതും വിട്ട് ഇതിനെ ഇരിക്കാൻ സമ്മതിക്കുക, ഇതിന് ഫീഡ് ചെയ്യരുത്, ഇതിൻ്റെ അരി കൊടുക്കരുത്. പലരും അതായത് റിലീജിയസ് ആയിട്ടും ചിലർ ചെയ്യുന്നുണ്ട്. പക്ഷെ അത് ഒരുപക്ഷെ അത് ഹാനികരമായിരിക്കും. ആയിരക്കണക്കിന് ലക്ഷക്കണക്കിന് പ്രാവുകളാണ്. ഓരോ പ്രാവും ഓരോ മുട്ട, ഒരു 3 മുട്ട 4 മുട്ട, അങ്ങനെ 12 20 കുഞ്ഞുങ്ങളാണ് ഒരു വർഷം ജനിക്കുന്നത്. അപ്പോൾ അത് മില്യൻസായി മാറുകയാണ്. അതൊരു മേജർ ഒരു പൊല്യൂഷനായി മാറുകയാണ്. അപ്പോൾ പ്രാവ്, ലവ് ബേർഡ്സ്, ഇതാണ് പ്രധാനമായിട്ടും. അതിൻ്റെ മെയിൻ സിംറ്റംസ് എന്തൊക്കെയായിരിക്കും സർ? സിംറ്റംസും പിന്നെ നമുക്ക് അതെങ്ങനെ ഡയഗ്നോസ് ചെയ്യാം, ആൻഡ് ട്രീറ്റ്മെൻറ്റ് എന്തൊക്കെ രീതിയിൽ നമുക്ക്? ഇത് പ്രധാനമായും നമ്മൾ എക്സ്റേയിൽ പലപ്പോഴും കാണാൻ പറ്റത്തില്ല. രോഗി ചിലപ്പോൾ ഈ അസുഖം ഉള്ള ആൾ ചുമയോടുകൂടിയായിരിക്കും, ഒരു ക്രോണിക് കോഫ്, ഒരു ഡ്രൈ കോഫ്, വെറുതെ ഒരു ചുമ വരുന്നു, എക്സ്റേയിൽ ചിലപ്പോൾ കാണാൻ കഴിയില്ല. അപ്പോൾ നമ്മൾ ആ വിട്ടുമാറാത്ത ചുമ വരുമ്പോൾ എക്സ്റേ കിട്ടാത്ത ഒരു അവസ്ഥയിൽ CT സ്കാൻ ചെയ്ത് നോക്കുമ്പോഴായിരിക്കും ആ തുടക്കത്തിലുള്ള സ്റ്റേജിൽ കാണുന്നത്. അലർജിക് ആൽവിയോളൈറ്റിസ് അല്ലെങ്കിൽ ഹൈപ്പർ സെൻസിറ്റീവ് ന്യൂമോണൈറ്റിസ് എന്നാണ് നമ്മൾ പറയുന്നത്. അപ്പോൾ ഇതിന് ഒരു വളരെ ടിപ്പിക്കൽ ഫീച്ചേഴ്സ് ഉണ്ട്. ക്രോണിക് ഉണ്ട്, അക്യൂട്ട് ഉണ്ട്. ഇതിനെല്ലാം വളരെ CTയിൽ കാണുമ്പോൾ ഒരുവിധം ഇതായിരിക്കാമെന്നറിയാം. അപ്പോഴായിരിക്കും നമ്മൾ ഈ ക്വസ്റ്റ്യൻ ചോദിക്കുന്നത് നമ്മൾ. അപ്പോൾ ഇതുപോലെ അമേരിക്കയിൽ ഇതുപോലെ ഒരാൾ അദ്ദേഹത്തിൻ്റെ വീട് വിറ്റു, പുതിയ ഒരാൾ വന്ന് ആ വീട്ടിൽ താമസിച്ചു. കുറേ നാൾ കഴിഞ്ഞ് അദ്ദേഹത്തിന് ഇതേ ലക്ഷണങ്ങൾ വന്ന് ഈ അസുഖം കണ്ടുപിടിച്ചു. അപ്പം മനസ്സിലായത് ഇതിന് മുമ്പ് ആ വീട്ടിൽ ഉടമസ്ഥന് കുറേ പ്രാവുകളുണ്ടായിരുന്നു. അതുപോലെ തന്നെ എനിക്ക് പല പേഷ്യൻസും പ്രാവിനെ വളർത്തി അതിനെ മത്സരത്തിനൊക്കെ വിടുന്ന ഒരു ഇതുണ്ട്. മത്സരിച്ച് പ്രാവിനെ പറത്തുന്നയാളുടെ 50 100 പ്രാവുകൾ ഒരുമിച്ച്. അപ്പോൾ ഇതിൻ്റെ എല്ലാം പൊടി ശ്വസിക്കുന്ന ഇദ്ദേഹം തന്നെയാണ്. അതിന് വീടിനോട് ചേർന്നാണ് ഇത് വളർത്തുന്നത്. 100 കണക്കിന് പ്രാവുകളായിരിക്കും ഒരുമിച്ചുള്ളത്. അപ്പോൾ ഇതിൻ്റെ നിരന്തരമായി ശ്വസിക്കുന്നതിലൂടെ ശ്വാസകോശം ദ്രവിച്ചിട്ടാണ് ഈ അസുഖം വരുന്നത്. അപ്പോൾ ഇതിൻ്റെ ട്രീറ്റ്മെൻറ്റ് എന്ന് വെച്ചാൽ ആദ്യം തന്നെ കണ്ടുപിടിച്ച് ഈ പ്രാവിനെ ഒഴിവാക്കുക, അങ്ങനെയുള്ള സാഹചര്യം, അതിൻ്റെ പൊടിയൊക്കെ ക്ലീൻ ചെയ്യുക. അത് ഒരു പരിധിക്കപ്പുറം അത് പറ്റില്ല. എക്സ്പോഷർ അവോയ്ഡൻസ് നമ്പർ 1 ആണ്. ആദ്യമേ കണ്ടുപിടിക്കുക. ഇത് ഫൈബ്രോസിസ് എന്നുള്ള സ്റ്റേജിലോട്ട് പോകുമ്പോഴേക്കും വേറൊരു ലെവലിലോട്ടാണ്. അതിനെ നമുക്ക് ഒരു പരിധിക്കപ്പുറം അതിനെ നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല. പക്ഷേ ഏർലി സ്റ്റേജ്, അതായത് പ്രാരംഭ ദശയിൽ തന്നെ കണ്ടുപിടിക്കുക. സ്റ്റിറോയിഡ്സ് ആണ് അതിൻ്റെ ട്രീറ്റ്മെൻറ്റ്. പക്ഷേ ഈ പ്രാവിനെ മാറ്റുക, അല്ലെങ്കിൽ ഈ ബുഡ്ജറിഗാർ എന്ന് പറയുന്നത് ഓസ്ട്രേലിയൻ ലവ് ബേർഡ്സ് ആണ്, അവരെ മാറ്റുക. ആ കൂടിനകത്തുനിന്ന് ആ പൊടി ശ്വസിച്ചുകൊണ്ടിരിക്കുക. അത് കഴിയുന്നത് അത് ഒഴിവാക്കുക. ഒരു പെറ്റ് ഷോപ്പ് ഓണർ ഉണ്ടായിരുന്നു, അദ്ദേഹത്തിന് ഈ അസുഖമായിട്ടാണ് വന്നത്. അപ്പോൾ ഇതുപോലെ അങ്ങേ അറ്റത്തെ സ്റ്റേജ് ആകുമ്പോഴേക്കും നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല. ലങ് ട്രാൻസ്പ്ലാന്റ്, വീട്ടിൽ ഓക്സിജൻ വെക്കുക, അങ്ങനെയുള്ള ട്രീറ്റ്മെന്റ് ഓപ്ഷൻസ് നമുക്ക് പിന്നെ വളരെ പാലിയേറ്റീവ് ആയിട്ടുള്ള കാര്യങ്ങളെ ചെയ്യാൻ പറ്റൂ. നല്ലൊരു സോഷ്യൽ അവയർനെസ് കൊണ്ടുവരേണ്ടതാണ്. കുട്ടികളുടെ കളിപ്പാട്ടങ്ങളെക്കുറിച്ചും അത് ആസ്മ അല്ലെങ്കിൽ ശ്വാസകോശ സംബന്ധമായ അസുഖങ്ങളും തമ്മിൽ എന്തെങ്കിലും ബന്ധം തോന്നുന്നുണ്ടോ? അതെ, അപ്പോൾ അതിലും പലതവണ നമ്മൾ കാണാറുണ്ട് ഇവരുടെ ഈ ടോയ്സ്.
പിള്ളേർ ഉപയോഗിക്കുന്നത്. ആ ഒരു വളരെ ചെറിയ ഏജ് ആയതുകൊണ്ട് തന്നെ അവർ വളരെ അറ്റാച്ച്ഡ് ആണ് ഈ ടോയ്സിൻ്റെ ഒപ്പം കളിക്കുന്നു, ടോയ്സിൻ്റെ ഒപ്പം തന്നെ അവർ കിടന്നുറങ്ങുന്നു, ഇരുന്ന് പഠിക്കുന്നു, അല്ലെങ്കിൽ ഇരുന്ന് TV കാണുന്നു. അപ്പോൾ ഈ ടോയ്സ് നിരന്തരം യൂസ് ചെയ്ത് ഏത് തരം ടോയ്സ് ആയിരിക്കും? ഇപ്പോൾ നമ്മൾ അതിൻ്റെ ടോയ്സിൻ്റെ ക്വാളിറ്റി വെച്ച് നോക്കുമ്പോൾ കൂടുതൽ ഈ ഫർ, രോമമുള്ള തരം ടെഡി ബെയർസ് അല്ലെങ്കിൽ ഡോൾസ്, അതിൻ്റെ മുടി. അപ്പോൾ ഇതൊക്കെ വെച്ച് നോക്കുമ്പോൾ എന്താ പറ്റുന്നതെന്ന് വെച്ചാൽ ഏർലി സ്റ്റേജസിൽ ഇതെല്ലാം നല്ല ക്ലീൻ ആണ്, ഒരു ഫ്രഷ് ടോയ് ആണ്. പക്ഷെ അത് യൂസ് ചെയ്ത് അവർ ഹാൻഡിൽ ചെയ്യുന്ന വെച്ചിട്ട് ഇതിൽ അതിട്ട് ഉരയ്ക്കുന്നു, ഭിത്തിയിലും മതിലിലും എല്ലായിടത്തും ഇട്ട് കളിച്ച് അതിൻ്റെ പൊടിയും പിന്നെ അതേപോലെ അതിലേക്കുള്ള അണുക്കളും എല്ലാം കയറി ഇത് കൂടെ വെച്ച് കിടന്ന് ഈ ചെറിയ ചെറിയ പൂടയും അതിലുള്ള പൊടിയും ശ്വസിച്ച് തന്നെ പിള്ളേർക്ക് മാറാത്ത ചുമ, അല്ലെങ്കിൽ അതിൽ നിന്നും മൂക്കടപ്പ്, മൂക്കൊലിപ്പ്, തുമ്മൽ, അതെ, ശ്വാസകോശ സംബന്ധമായിട്ട് അവർക്ക് ആസ്മ എന്ന് പറഞ്ഞപ്പോഴാണ് പലരും ഈ ആസ്മ എന്ന് കേൾക്കുമ്പോൾ ഇതിന്റെ പ്രധാന ട്രീറ്റ്മെന്റ് എന്ന് പറയുന്നത് ഇൻഹേലർ ആണല്ലോ. അതെ. അപ്പോൾ പലരും ചോദിക്കുന്ന കാര്യമാണ് ഇത് ജീവിതകാലം മുഴുവൻ. ഞാനപ്പോൾ പറയുന്നത് ആദ്യം ജീവിച്ചിരുന്നിട്ട് വേണ്ട ജീവിതകാലം മുഴുവനും ആദ്യം ജീവിച്ചിരുന്നാലല്ലേ നമുക്ക് ബാക്കി ജീവിതകാലം. അപ്പോൾ അതിനെക്കുറിച്ച് എന്ത് പറയുന്നു? ജീവിതകാലം മുഴുവൻ വേണമോ, അല്ലെങ്കിൽ ഇതൊരു അഡിക്ഷൻ ആകുമോ? എല്ലാവർക്കും ഒരു പേടിയാണ്, എന്തോ ഫോബിയ. ഇതൊരു കോമൺ മിസ്കൺസെപ്ഷൻ ആണ് എല്ലാവർക്കും. ഈ ആസ്മ എന്നുള്ള രോഗം വന്നു കഴിഞ്ഞാൽ ഈ ഒരു ഡിവൈസ് എടുത്താൽ അത് ഒരു ലൈഫ് ലോങ് കമ്പാനിയനാണ്, നമ്മുടെ ഒപ്പം ജീവിതകാലം മൊത്തം എടുക്കേണ്ടി വരും. അതൊരു സ്റ്റിഗ്മയും കൂടെയാണ്. വീട്ടുകാർ അല്ലെങ്കിൽ ബാക്കിയുള്ളവരുടെ ഫ്രണ്ട്സ് എല്ലാവരും കാണുമ്പോൾ നീ ഒരു ഇൻഹേലർ യൂസ് ചെയ്യുവാണോ? പലരും ചോദിക്കും ഇൻഹേലർ മാറ്റി ഒരു ഗുളിക തരാം. പക്ഷേ ഇൻഹേലർ എടുക്കുന്നതിന്റെ 1000% ആവുന്നുള്ളൂ ഡോസ് ഇൻഹേലർ ഗുളികയുടെ. ഇത് പറഞ്ഞു കൊടുക്കുമ്പോൾ പലർക്കും മനസ്സിലാവുന്നുണ്ട്. പലപ്പോഴും അഡിക്ഷൻ ഉണ്ടോന്നാണ് ആദ്യം ചോദിക്കുന്നത്. അപ്പൊ അവരെപ്പോഴും ഈ വായിലൂടെ വലിച്ചെടുക്കുമ്പോൾ അവര് സ്മോക്കിങ്ങോ അല്ലെങ്കിൽ കഞ്ചാവോ അല്ലെങ്കിൽ സിഗരറ്റ് അതുപോലെയാണ് അവർ കമ്പയർ ചെയ്യുന്നത്. ഒരുപക്ഷെ ആ ഒരു പെർസെപ്ഷനിൽ നിന്നായിരിക്കാം അത് വരുന്നത്. അതെ, ആ ഒരു പെർസെപ്ഷൻ സാർ പറഞ്ഞ പോലെ തന്നെ അത് മാറ്റിയെടുക്കേണ്ടതാണ്. അവർ മനസ്സിലാക്കാത്തത് ഈ ടാബ്ലറ്റ്സും ലോങ് ടേം ആയിട്ട് നമ്മൾ യൂസ് ചെയ്യുമ്പോൾ ബ്രോങ്കോഡൈലേറ്റസും ഏത് രീതിയിലുള്ള ടാബ്ലറ്റ്സ് ആണെങ്കിലും ഇതെല്ലാം ഇൻഡയറക്റ്റ് ആണ് ആക്ട് ചെയ്യുന്നത്. ഇതെല്ലാം നമ്മുടെ വയറ്റിലേക്ക് ചെന്ന് ബ്ലഡ് വഴി അബ്സോർബ് ചെയ്ത് അത്രയും അധികം ഡോസ് മില്ലിഗ്രാം കണക്കിലാണ്. കൈയൊക്കെ പൊട്ടുമ്പോൾ ഇവിടെ ഒരു ചെറിയ മരുന്ന് പുരട്ടുന്നു, അത്രേ ഉള്ളൂ ഇൻഹേലർ എടുക്കുന്നത്. അല്ലാണ്ട് ഇത് വലിയൊരു സംഭവമൊന്നുമല്ല. നമുക്കിപ്പോ കൈ ശ്വാസകോശത്തിനുള്ളിൽ അത് നമ്മൾ അങ്ങോട്ട് ഡെലിവർ ചെയ്യുന്നു. അത് വളരെ സിമ്പിളാണ്. അതായത് ഈ മൈക്രോഗ്രാംസ് എന്നുള്ള വെറും തന്മാത്രകളാണ് അതിലുള്ളത്. അത് അവയർനെസ് ഇല്ല എന്നുള്ളതാണ്. പക്ഷെ അത് പതുക്കെ ആൾക്കാർക്ക് മനസ്സിലായി തുടങ്ങുന്നുണ്ട്. പിന്നെ അതിന്റെ ആക്ഷനും നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ഡയറക്റ്റ് ആക്ടിങ് ആയതുകൊണ്ട് നേരെ നമ്മൾ ശ്വാസകോശത്തിലേക്ക് വരുന്നു, പെട്ടെന്ന് ആക്ഷൻ കിട്ടുന്നു. ഏത് അവയവത്തിലാണോ ഇരിക്കുന്നത് അവിടെ ചെന്ന് പ്രവർത്തിക്കുന്നു. പിന്നെ കൂടുതൽ നേരം ആക്ട് ചെയ്യുന്നു. നമ്മുടെ ടാബ്ലറ്റ്സ് ബ്ലഡ് വഴി വരുന്നതുകൊണ്ട് അതിൻ്റെ ഡ്യൂറേഷൻ ഓഫ് ആക്ഷൻ പിന്നെയും കുറയുന്നതുകൊണ്ട് ആൾക്കാരുടെ പിൽ ബേർഡൻ കൂടി വരികയാണ്. രാവിലെയും ഉച്ചയ്ക്കും വൈകിട്ടും അല്ലെങ്കിൽ 4 തവണ 5 തവണ മരുന്നെടുക്കുന്നതിന് പകരം നമ്മുടെ ഒരു ഇൻഹേലർ മെഡിക്കേഷൻ ആണെങ്കിൽ നമുക്ക് അതിൻ്റെ ഡോസിങ് വളരെയധികം കുറയ്ക്കാൻ പറ്റുന്നതാണ്. രാവിലെയും വൈകിട്ടുമോ അല്ലെങ്കിൽ ഒരു നേരം വെച്ച് മാത്രം തന്നെ എടുത്ത് നമുക്ക് ഈ ശ്വാസമുട്ടലും നമ്മുടെ ആസ്മയും കൺട്രോൾ ചെയ്യാൻ പറ്റുന്നതാണ്. മാത്രമല്ല ശരിയായ രീതിയിൽ ഡോക്ടർ നിർദ്ദേശിച്ച ആ ശരിയായ അളവിൽ ആണ്, അല്ലെങ്കിൽ 2 നേരമാണ് പറയുന്നത്, ആ രീതിയിൽ ഉപയോഗിച്ചാൽ പടിപടിയായിട്ട് നമുക്ക് ഡോസ് കുറച്ച് ആവശ്യമുള്ളപ്പോൾ മാത്രമാക്കി രോഗാവസ്ഥയെ നിയന്ത്രിച്ച് കൊണ്ടുവരാനും പറ്റും, അസുഖത്തെ കൺട്രോൾ ചെയ്യാനും പറ്റും. അപ്പോൾ അത് സാധാരണ ഇപ്പോൾ നമ്മൾ പറയുന്നത് വെച്ചാൽ നമ്മൾ ആ അവയർനെസ് ക്രിയേറ്റ് ചെയ്ത് ഈ അസുഖമായി വരുന്ന ആളെ ഫുള്ളി കൺട്രോളിലോട്ട് വയ്ക്കുകയാണ്. കാര്യം അദ്ദേഹത്തിൻ്റെ കയ്യിലുണ്ട് എൻ്റെ രോഗം എനിക്ക് കൺട്രോൾ ചെയ്യാമെന്നുള്ള ഒരു ധൈര്യം അല്ലെങ്കിൽ ആത്മവിശ്വാസം അദ്ദേഹത്തിന് ഉണ്ടാകുന്നു. ആ രീതിയിലാണ് നമ്മൾ ഇപ്പോഴത്തെ അവസ്ഥ. ഏതാണ്ട് 20 വർഷം മുമ്പോ അല്ലെങ്കിൽ 25 വർഷം മുമ്പ് നമ്മൾ ആ പ്രാക്ടീസ് തുടങ്ങുന്ന ആ സമയത്തൊക്കെ ആസ്മ മൂലം ആൾക്കാർ മരിക്കുന്നുണ്ട്. ഇപ്പൊ വളരെ നല്ല കൺട്രോൾ ആവുന്നത് നമുക്ക് അഡ്മിറ്റ് പോലും തന്നെ നമുക്ക് മാനേജ് ചെയ്യാൻ പറ്റും. ആൾക്കാർ മനസ്സിലാക്കേണ്ടത് നല്ല കൺട്രോൾ ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ നല്ല ഒരു റെഗുലർ റുട്ടീൻ ലൈഫ് സ്റ്റൈലും അവർക്ക് മെയിൻറ്റെയിൻ ചെയ്യാൻ പറ്റുന്നതുമാണ്. നൂതനമായിട്ടുള്ള ആ മെഡിസിൻസ് പലപ്പോഴും ഈ ICS ലാബ് അല്ലെങ്കിൽ ഇൻഹെയിൽഡ് കോർട്ടിക്കോസ്റ്റീറോയിഡ്. പലരും ചോദിക്കുന്ന വേറൊരു കാര്യമാണ് ഇൻഹേലർ സ്റ്റീറോയിഡ് അല്ലേ? അതെ,
അപ്പോൾ ഇതെടുത്ത് കഴിയുമ്പോൾ സ്റ്റീറോയിഡ് കൊണ്ടുള്ള പ്രശ്നങ്ങൾ, പ്രശ്നങ്ങൾ ഒരുപാട്. പല്ല്, പിന്നെ എന്നോട് ചോദിച്ചിട്ടുള്ള കാര്യങ്ങളാണ് ഇത് കഴിയുമ്പോൾ വാ കഴുകി കളയുന്ന എന്തിനാണ്, അതെ. ഇത് വിഷമാണോ, അതെ. ഇതൊക്കെ ചോദിക്കുന്നതാണ്. അപ്പം ഞാൻ തിരിച്ചു ചോദിക്കുന്നത് ഭക്ഷണം കഴിച്ച് കഴിയുമ്പോൾ വാ കഴുകി കളയില്ലേ, അതെ. അപ്പോൾ ഭക്ഷണം എന്താ വിഷമാണോ? അതെ. ഭക്ഷണം കഴിച്ചു കഴിഞ്ഞ് നമ്മൾ വാ കഴുകി കളയാറുണ്ടല്ലോ. പിന്നെ ഈ ആസ്മ എന്ന് പറയുമ്പോൾ വേറെ തോന്നിയിരിക്കുന്നത് ഈ മരുന്നുകൾ തന്നെ അതുപോലെ തന്നെ പ്രധാനമാണ് ഈ അലർജൻ, അല്ലേ? അതെ. അലർജൻ നമ്മൾ, അതായത് ഇപ്പോൾ വീട്ടിൽ പട്ടി ആയിക്കോട്ടെ, പൂച്ച ആയിക്കോട്ടെ, അതെ. പൊടിപടലങ്ങളായിക്കോട്ടെ. പിന്നെ വല്ലപ്പോഴും തോന്നിയിട്ടുള്ളതാണ് വീട്ടിലെ പട്ടിയെ മാറ്റാൻ പറഞ്ഞിട്ട് 1-2 പ്രാവശ്യം രസകരമായ അനുഭവം ഉള്ളത്. പട്ടിയെ മാറ്റാൻ പറഞ്ഞപ്പോൾ ആ രോഗി എന്നെ അങ്ങോട്ട് മാറ്റി. രോഗി ഡോക്ടറെ മാറ്റി. അങ്ങനെ കുഴപ്പമില്ലല്ലോ. പിന്നെ 2-3 വട്ടം ഹോമിയോ പോയി, ആയുർവേദം പോയി, എന്നിട്ട് തിരിച്ചു വന്നു. വേറെ സ്റ്റേജ്, വേറെ സ്റ്റേജിൽ തിരിച്ചെത്തി, അത്യാവശ്യ നിലയിൽ തിരിച്ചെത്തി. അങ്ങനെ എന്തെങ്കിലും അനുഭവം സാറിന്? ഇതുപോലെ ഒരു ഇമോഷണൽ അറ്റാച്ച്മെന്റ് എന്ന് പറയുമ്പോൾ അത് വളരെ ഒരു ഡെലിക്കേറ്റ് ഏരിയയാണ്. പക്ഷെ നമ്മളത് അവയർനെസ് പറയണം, ഇത് ഇന്ന സാധനം കാരണം. പക്ഷെ നമുക്ക് അവരെ കൊണ്ട് തന്നെ അവരുടേതായ രീതിയിൽ അതിനെ എങ്ങനെയാണ് മാനേജ് ചെയ്യാവുന്നത്. കാര്യം നമ്മുടെ ലിവിങ് സ്പേസസ് ആണ്, നമ്മള് ബെഡ്റൂമിലൊക്കെ കയറ്റാണ്ട് നോക്കുക. നല്ല വായു സഞ്ചാരമുള്ള ഒരു സ്ഥലത്ത് ഈ ഒരു പെറ്റ് അല്ലെങ്കിൽ ഈ വളർത്തുമൃഗത്തെ നമ്മൾ വെക്കുകയാണെങ്കിൽ കുഴപ്പമില്ല. നമ്മുടെ ലിവിങ് സ്പേസ്, അതായത് നമ്മൾ കൂടുതൽ സമയം എവിടെയാണ് കിടക്കുന്നത്, ബെഡ്റൂമിൽ. ആ ബെഡ്റൂമിനകത്ത് ഒരിക്കലും കയറ്റരുത്. അതൊരു നോ എൻട്രി സോണാണ്, നോ പെറ്റ് സോൺ. അവിടെ ഒരിക്കലും ഒരു പെറ്റിന്റെ ഒരു സ്ഥാനം ഇല്ല. അല്ലെങ്കിൽ പെറ്റിന് വേണ്ടി പ്രത്യേക റൂം മാറ്റി വെക്കുന്ന ആൾക്കാരുണ്ട്. വീട് പുതിയ ഫ്ലാറ്റ് വാങ്ങിച്ച ആൾക്കാരെ പറ്റി നമുക്കറിയാതെ, വേറൊരു തൊട്ട് ഫ്ലാറ്റിന് തൊട്ട് മുന്നേ വേറെ ഫ്ലാറ്റ് വാങ്ങിച്ചിട്ടുണ്ട്.